പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയ്ക്ക് വനിതാ സെക്രട്ടറി വരാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ ഏത് വർഷമാണ് ഡിവൈഎഫ്ഐ രൂപീകരിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. രൂപീകരണത്തിന് ശേഷം ഇന്നേവരെ ഡിവൈഎഫ്ഐക്ക് ഒരു വനിതാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. അത് ഡിവൈഎഫ്ഐയുടെ മാത്രം ഒരു കുഴപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സി പി എമ്മിൻ്റെ കാര്യം എടുത്താലും സി പി എമ്മിൻ്റെ ട്രേഡ് യൂണിയനായിട്ടുള്ള CIT കാര്യം എടുത്താലും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ നയരൂപീകരണ സമിതികളിൽ വനിതകൾ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ഒന്നും തലപ്പത്തേക്ക് വനിതകൾ വന്ന അനുഭവം ഉണ്ടായിട്ടില്ല. സി പി എമ്മിന് ഒരു സംസ്ഥാന സെക്രട്ടറി വനിത ഇതുവരെ ഉണ്ടായിട്ടില്ല. സി പി എമ്മിന് വനിതാ ജില്ലാ സെക്രട്ടറിമാരുണ്ടായിട്ടില്ല. സി പി എമ്മിന് ഏരിയ സെക്രട്ടറിമാരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 1-2 ഏരിയ സെക്രട്ടറിക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള CIT അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഒരു വനിതയെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആകെപ്പാടെ കണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 1-2 വനിതകൾ കാണും. ഇപ്പോൾ എനിക്കൊന്ന് PK ശ്രീമതി ഉണ്ടെന്ന് തോന്നുന്നു, KK ശൈലജയും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ 1-1.5 ഡസൻ വനിതകൾ കാണും. പിന്നെ സർക്കാർ വരുമ്പോൾ 1-2 വനിതാ മന്ത്രിമാരും കാണും. ഇതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയുടെ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്കൊന്നും വനിതകൾ വന്ന സംഭവം ഉണ്ടായിട്ടില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പലപ്പോഴും വനിതകൾ വന്നിട്ടുണ്ട്, പക്ഷേ DYFIയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് DYFIക്ക് വനിതാ സെക്രട്ടറി ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ സജീവമാണ്. സുഹൃത്തുക്കളെ, അത് സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ ചില നിരീക്ഷണങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ കേരളം പൊതുവിലെടുത്ത് നോക്കിയാൽ കേരളത്തിലെ യുവജനങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിലെ സ്വാധീനം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പതിറ്റാണ്ടുകൾ മുമ്പുള്ള ചരിത്രം പോലും കൊണ്ടെടുത്ത് നോക്കി നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പിന്നീട് സംസ്ഥാന തലത്തിൽ ആ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പിടി ആളുകൾ അവരുടെ യുവജന സംഘടനകളിൽ കൂടി വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ കോൺഗ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ AK ആന്റണി ആയാലും വയലാർ രവി ആയാലും പിന്നെയും കൂടി വന്നിട്ടുള്ള MM ഹസന്, ഉമ്മൻചാണ്ടി, ബെന്നി ബെഹനാൻ അവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്നവരാണ്. CPM നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ MA ബേബി ദേശീയ സെക്രട്ടറി DYFIയിലൂടെ വളർന്നു വന്ന നേതാവ്. കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, അങ്ങനെ ഒരുപിടി നേതാക്കന്മാർ CPM എടുത്ത് നോക്കിയാലും യുവജന സംഘടനകളിലൂടെ വളർന്നു വന്നവരാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവജനങ്ങളുടെ സമര പോരാട്ടങ്ങൾക്കൊക്കെ സുപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിയാലും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മറുവശത്ത് നമ്മൾ എടുത്ത് നോക്കിയാലോ, യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ തൊഴിലായ്മ ഏതാണ്ട് 10% വരുമെന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലായ്മയുള്ള 2-3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ തൊഴിലായ്മയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തിനു പറയുന്നത്, MBBS എടുത്തവരിൽ പോലും 10,000 പേർക്ക് തൊഴിലില്ലാത്ത സാഹചര്യം കേരളത്തിലുണ്ട്. എഞ്ചിനീയറിംഗ് പാസ്സായ ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ. അപ്പോൾ അത്തരത്തിൽ തൊഴിലായ്മ കൂടുതലാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലായ്മയും കൂടുതലാണ്. അതുപോലെ തന്നെ PSCയിലൊക്കെ നടക്കുന്ന തട്ടിപ്പൊക്കെ ബന്ധപ്പെട്ടിട്ട് വലിയ വിഷയമാണ് തൊഴിലാത്തവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ യുവജന സംഘടനകളുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ആയാലും DYFI ആയാലും ഒക്കെ തന്നെ ഐതിഹാസികമായിട്ട് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടനകളുമാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇനി നമ്മൾ DYFI എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് നമ്മൾ വരിക. CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയം നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് DYFI അതിൻ്റെ നേതാക്കന്മാർ അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ അതൊക്കെ വളരെ നിർണായകമായിരുന്നൊരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിലെത്രയും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന T ശശിധരനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള T ശശിധരൻ. എനിക്ക് തോന്നുന്നത് 2000-ൻ്റെ തുടക്കകാലത്ത് ഒരുപക്ഷെ DYFI കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര സംഘടനയായി സമരായുധമായി വളർന്നു വന്നത് ഈ T ശശിധരൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീപ്പൊരി പ്രാസംഗികൻ, പണ്ഡിതോചിതമായി പ്രസംഗിക്കുന്ന ഒരു നേതാവ്,
സംസ്ഥാനത്തിൻ്റെ ഏത് മുക്കുമ്പിലും മൂലയിലും ചെന്നാൽ ഒരു 500 പേര് ടി ശശിധരൻ്റെ പ്രസംഗം കേൾക്കാൻ കൂടുന്ന സാഹചര്യം അന്ന് ടി ശശിധരൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ ടി ശശിധരൻ പിന്നീട് എന്താ സംഭവിച്ചത്? 2005 കഴിഞ്ഞപ്പോൾ ടി ശശിധരൻ ജീവിച്ചിരുന്നുവെങ്കിലും ടി ശശിധരനെ ഒന്നുമല്ലാതായി പിന്നീട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ടി ശശിധരൻ ജീവിച്ചിരിപ്പുണ്ട് CPM-നകത്ത് തന്നെ. CPM-നെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് എന്തൊക്കെയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്ന് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ടി ശശിധരന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കൾ? ഒന്ന് ചിന്തിക്കണം. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തെ നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം DYFI ഏറ്റവും വലിയ സമര സംഘടനയായിരുന്നു ടി ശശിധരൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അന്ന് എനിക്ക് തോന്നുന്നു 2003 2004 മറ്റോ എനിക്ക് തോന്നുന്നു 2005 സംസ്ഥാന സമ്മേളനം, മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായിരുന്നു തോന്നുന്നു. എല്ലാ ജില്ലകളിലെയും ഈ കളക്ടറേറ്റുകൾക്ക് ചുറ്റും UDF സർക്കാർ ലോകബാങ്ക് വായ്പ എടുക്കുന്നതിനെതിരായിട്ടുള്ള ഉപരോധം എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് ചുറ്റും CPM-ൻ്റെ നേതൃത്വത്തിൽ ഇത്രയോ ദിവസം നീണ്ടു നിൽക്കുന്ന ഉപരോധം. ആ ഉപരോധത്തിൻ്റെ സമയത്ത് പിണറായി വിജയനും കുടുംബവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി കുടുംബവും ഉല്ലാസയാത്രയ്ക്ക് സിംഗപ്പൂരിൽ പോയതിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനം ടി ശശിധരൻ അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തി. പിന്നീട് ടി ശശിധരനെ ആരും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നല്ല, പാർട്ടിയിൽ പിന്നെ ടി ശശിധരനെ കണ്ടിട്ടില്ല. അതോടുകൂടി ടി ശശിധരൻ ചവിട്ടി താഴ്ത്തപ്പെട്ടു, മൃഗീയമായി ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്ന് വേണം പറയാൻ. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അവിടെ നിന്നൊക്കെ ഒരൊറ്റ ചവിട്ടിന് ഈ പാമ്പും കോണിയിൽ 100-ൽ നിന്ന് 0-ലേക്ക് വരുന്ന പോലെ ചവിട്ടി താഴ്ത്തപ്പെട്ട ടി ശശിധരൻ പിന്നീട് എവിടെയൊക്കെയോ ഇങ്ങനെ അനാഥ പ്രേതം പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. പക്ഷേ പാർട്ടിയിൽ നിന്ന് ടി ശശിധരൻ പോയില്ല. ചവിട്ടും തൊഴിയും ആട്ടും തുപ്പും എല്ലാം കൊണ്ട് അവിടെ കിടന്നു. ഇപ്പം ഏതോ ഒരു കമ്മിറ്റിയിൽ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VS-ൻ്റെ 1ാം ചരമവാർഷികത്തിന് VS-നെ പങ്കിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടപ്പെടാൻ ടി ശശിധരൻ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത് DYFI എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ പ്രാധാന്യം കുറയുന്നത്, അത് ഇല്ലാതാക്കപ്പെടാനുള്ള അതിൻ്റെ തുടക്കം ആ ടി ശശിധരന് കിട്ടിയ ചവിട്ടോടുകൂടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് 2005 ശേഷം പിന്നെ എല്ലാം ഒരു വർഷം 2 വർഷം കൂടുമ്പോഴും DYFIക്ക് പുതിയ സംസ്ഥാന സെക്രട്ടറിമാർ വരുമെങ്കിലും ആരുടെയും ഒന്നും പേര് പിന്നെ എൻ്റെ ഓർമ്മയിലില്ല. ആരൊക്കെയോ വന്നു പോയി, ആരൊക്കെയോ എവിടെയൊക്കെയോ വന്നു പോയി, ആരുടെയും പേര് ഇല്ല. കാരണം പിന്നീട് വലിയ സമരമൊന്നും DYFI ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് 2016 മുതൽ 2026 വരെ DYFIയുടെ ജോലി എന്തായിരുന്നു? പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ ഉരുളും. ചിലപ്പം പിണറായി വിജയൻ പറഞ്ഞില്ലെങ്കിലും കിടക്കുകയും ഉരുളുകയും ചെയ്യും. അതായിരുന്നു 2016-26 DYFIയുടെ സ്ഥിതി. ആ കാലഘട്ടത്തിൽ DYFIക്ക് വന്ന സംസ്ഥാന നേതാക്കന്മാരൊക്കെ ട്രോളർമാർക്കൊരു മെറ്റീരിയൽ ആകുകയായിരുന്നു ചെയ്തുകൊണ്ടത്. ഇപ്പോൾ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ് വന്നു. ഉള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അയാൾ വന്നതിന് ശേഷം കുറച്ചാൾ മരുമകൻ വന്നു, പിണറായിയുടെ മരുമകൻ. അവനൊക്കെ എന്ത് ചെയ്തിട്ടാണ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് സെക്രട്ടറിയാണ്ടൊക്കെ എന്ത് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. റഹീം വന്നു, അയാൾ എന്ത് സമരത്തിനാണ് നേതൃത്വം കൊടുത്തത്? എവിടെ തല്ലുവാങ്ങി, എവിടെ ജയിലിൽ കിടന്നു? ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ 2005 ശേഷം DYFI ഇല്ലാതാകുന്ന പ്രവർത്തനം ഏതാണ്ട് 2026 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് പൂർണ്ണമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കുറച്ചു കാലം മുമ്പ് സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലെ DYFIയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് പേര് നമ്മൾ കേട്ടു. ഒരു സമരരംഗത്തും DYFI ഇല്ല, ചത്തും അലച്ചു യഥാർത്ഥത്തിൽ DYFI 2016 ആയപ്പോൾ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? ചത്തും അലച്ചു കിടന്ന ഒരു സംഘടനയ്ക്ക് വനിതാ സെക്രട്ടറി വരാൻ പോകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സംഘടന ചത്ത് കിടക്കുമ്പം അതിന് സെക്രട്ടറി AO BO CO വന്നിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം സംഘടന ചത്തുപോയി. സംഘടനയ്ക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടറി കൊണ്ടുവരുന്നതിന് പകരം സംഘടനയ്ക്ക് ഒരു ചരമക്കുറിപ്പ് എഴുതുകയാണ്, ഒരു ഒബിച്വറി എഴുതുകയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. കാരണം ഈ സംഘടന ഇപ്പോൾ ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാനില്ല. ഇനി അവസാനമായി എനിക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സംഘടനയ്ക്ക് വരാൻ പോകുന്ന 2 വനിതാ സെക്രട്ടറിമാർ അവരാരൊക്കെയാണ്? ഒരാളാണ് ചിന്ത ജെറോം. അവരേത് സമരത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്? അവരെ എത്ര അടിയാണ് കൊണ്ടിട്ടുള്ളത്? ഏത് സമരത്തിൻ്റെ നേതൃത്വത്തിലാണ് അവരെ നമ്മൾ കണ്ടിട്ടുള്ളത്? എത്ര ദിവസമാണ് അവർ ജയിലിൽ കിടന്നിട്ടുള്ളത്? എനിക്കറിയത്തില്ല. അവരെന്തോ സ്റ്റേറ്റ് കമ്മിറ്റിയിലാണെന്നൊക്കെയാണ് അപ്പോൾ പറയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ചിന്താചരവനെ നമ്മൾ കേൾക്കുന്നതാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല PhD പ്രബന്ധം. ഇതല്ലേ നമ്മൾ അവരെക്കുറിച്ചിട്ട് കേട്ടിട്ടുള്ളത്. പിന്നീട് നമ്മൾ അവരെക്കുറിച്ച് കേട്ടത് എന്താണ്? അവർ പിണറായി സർക്കാരിൻ്റെ കാലത്ത് യുവജന കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്ന സമയത്ത് അവരെന്തോ റിസോർട്ടിലോ മറ്റോ താമസിക്കുകയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഉള്ള അപ്പോൾ ഇവരെക്കുറിച്ച് വിവാദങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു സമരരംഗത്തും ഈ വനിതയെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു തവണ ജയിലിൽ കിടന്നതായി കേട്ടിട്ടില്ല.
ഒരു തവണ അടിച്ച് പൊട്ടപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പോറലെങ്കിലും ശരീരത്തിൽ പിന്നെ പോലീസ് ലാത്തി ചാർജുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. നമ്മളെ പണ്ട് സിന്ധു ജോയിയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല സുഹൃത്തുക്കൾ, ഒന്ന് ആലോചിച്ച് നോക്കി. PS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സിന്ധു ജോയിയൊക്കെ കൊണ്ടിട്ടുള്ള പിന്നെ അടിക്ക് കണക്കുണ്ടോ സുഹൃത്തുക്കളെ? ഇവിടെ പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്ന ഒരു SFI നേതാവ്, അവരുടെ പേര് ഞാൻ മറന്നു, അവരൊക്കെ അടി കൊണ്ട് കിടന്ന് ചുരുണ്ട് കൂടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഈ പിന്നെ എന്താണ് ഇവരുടെ പേര്, ചിന്താ ജെറോം, അവരിപ്പോൾ ചത്ത DYFIക്ക് പറ്റിയ ചത്തതിനൊക്കുമേ അല്ല ഈ പിന്നെ ഞാനത് പറയുന്നില്ല, മരപ്പെട്ടിക്ക് കൂട്ട എന്ന് പറയുന്നത് പോലെ ചത്ത് കിടക്കുന്ന DYFIക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വനിതാ സെക്രട്ടറി ആയിരിക്കും ഈ ചിന്താ ജെറോം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ഇനി ചിന്താ ജെറോം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരാളുടെ കേൾക്കുന്ന പേരാണ് ആര്യ രാജേന്ദ്രൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്, ആരാണ് ആര്യ രാജേന്ദ്രൻ? 2020 പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏതോ ഒരു വാർഡിൽ നിന്ന് അവർ ജയിച്ചു. അവരെന്തോ SFI ഏതാണ്ടായിരുന്നു പറഞ്ഞത്, 10-21 വയസ്സേ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. 5 വർഷം ഇവിടെ ഭരിച്ചിട്ട് എന്ത് ചെയ്തു? ഭരണം കൊണ്ടുവന്നിട്ട് ഈ BJPയുടെ കൊടുത്തു. എന്തുമാത്രം ആരോപണങ്ങൾ അവരെ കുറിച്ചിട്ട് കേട്ടുള്ള, അവരും ഭർത്താവും കൂടെ ചേർന്ന് വണ്ടി തടഞ്ഞത്, അവരുടെ നിയമന തട്ടിപ്പ്, മറ്റേ എന്തൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും സമരമുഖത്ത് അവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ DYFIക്ക് പറ്റിയ സെക്രട്ടറിമാരായിരിക്കും ഒന്നുകിൽ ചിന്താ ജെറോം അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ചത്തുപോയ ഒരു സംഘടനയ്ക്ക്, യുവജന സംഘടനയുടെ നേതാവായി ഇന്നയാൾ വരില്ല എന്ന് പറയുന്ന ചർച്ച നടത്തുന്നതിൽ തന്നെ വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും DYFI എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ആരായിരിക്കുമെന്നുള്ള ചർച്ച, ആ ചർച്ചയിൽ അവർ വനിതകളായിരിക്കുമെന്ന് പറഞ്ഞതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ചില അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളൂ.